UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ ധൈര്യപ്പെടുമോ എന്നുള്ളതാണ്. ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ കേരളത്തിലെ 5 ലക്ഷം ഹെക്ടറോളം വരുന്ന പാട്ടഭൂമികൾ തിരിച്ചുപിടിക്കാനായിട്ട് UDF ഗവൺമെന്റ് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ തിരിച്ചുപിടിക്കാനുള്ള ധൈര്യം കാണിക്കുമോ? അത് അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? അപ്പോൾ UDF സർക്കാർ വന്നാൽ, അധികാരത്തിൽ വന്നാൽ ഈ തരത്തിൽ KSEBയിലെ വർദ്ധിപ്പിച്ചിട്ടുള്ള ചാർജ് വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമോ? കേരളത്തിലെ 5 ലക്ഷം ഏക്കറോളം സ്ഥലം, സർക്കാരിന് അവകാശപ്പെട്ട സ്ഥലം തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരാർജവം, ധൈര്യം UDF കാണിച്ചാൽ UDFനെ നമുക്ക് അംഗീകരിക്കാം. മറിച്ചാണെങ്കിൽ ഈ ഗവൺമെന്റ് തന്നെ തുടരുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. UDF അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? അല്ല, നമുക്കറിയേണ്ടത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ ധൈര്യപ്പെടുമോ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളത്തിന്റെ സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പെട്ടിട്ടുള്ള ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന പാട്ടഭൂമിയുണ്ട്. ഈ പാട്ടഭൂമി കുറെ വർഷങ്ങളായിട്ട് പാട്ടവും കിട്ടാതെ കേസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഭൂമിയുണ്ട്. ഈ പാട്ടഭൂമി തിരിച്ചു പിടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. കാരണം ഇതിനുവേണ്ടി രാജമാണിക്യം IASനെ ഏതൊക്കെ പാട്ടഭൂമിയാണ് തിരിച്ചു പിടിക്കേണ്ടത്, അല്ലെങ്കിൽ സർക്കാരിന് അവകാശപ്പെട്ടത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ പോലെ നിയമിക്കുകയും അദ്ദേഹം ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ടൊരു ലിസ്റ്റ് പറയുന്നുണ്ട്. ആ ലിസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് വിടാം. അപ്പോൾ ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അത്രയും തോട്ടങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തിരിച്ചു പിടിക്കുമെന്ന് UDFന്റെ പ്രകടന പത്രികയ്ക്കകത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആർജവം UDF കാണിക്കും. 5 ലക്ഷം ഏക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കേരളത്തിലെ എത്രയോ ആളുകൾക്ക് ഭൂമിയില്ലാതെ, ഒരു ചെറിയ വീട് വെക്കാൻ ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്താണ് 5 ലക്ഷത്തോളം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഭൂമി കുത്തക മുതലാളിമാരുടെ കൈവശം ഇരിക്കുന്നത്. അതിനെതിരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും സമരവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. സർക്കാർ വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഹാരിസൺ എങ്ങനെയാണ് ബിലീവേഴ്സ് ചർച്ചിന് വിൽക്കാൻ കാരണം? അവർക്ക് എങ്ങനെയാണ് അത് വിൽക്കാൻ സാധിക്കുക? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളില്ലേ. അതിനുശേഷം ചെറുവള്ളി എസ്റ്റേറ്റ് ഈ ഹാരിസൺ ബിലീവേഴ്സ് ചർച്ചിന് കൊടുക്കുന്നു. ആ ബിലീവേഴ്സ് ചർച്ച് അതിനുശേഷം പിന്നീട് സർക്കാരിന് വീണ്ടും അത് തിരിച്ച് ശബരിമല എയർപോർട്ടിനായിട്ട് നൽകി കോടികൾ തട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കുന്നു. ഇതിനൊക്കെ എതിരെ ഒരു നടപടി, അതായത് ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ കേരളത്തിലെ 5 ലക്ഷം ഹെക്ടറോളം വരുന്ന പാട്ടഭൂമികൾ തിരിച്ചു പിടിക്കാനായിട്ട് UDF ഗവൺമെന്റ് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ തിരിച്ചു പിടിക്കാനുള്ള ധൈര്യം കാണിക്കുമോ? അത് അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഇതിനകത്ത് കൃത്യമായിട്ട് ഗവൺമെന്റ് ഈ രാജമാണിക്യത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ സുശീല ഭട്ട് എന്ന് പറയുന്ന മിടുക്കിയായിട്ടുള്ള അഭിഭാഷക ഇത് കോടതിയിലൊക്കെ കേസ് നടത്തിയതാണ്. പക്ഷെ പിന്നീട് ഇതിനെന്ത് സംഭവിച്ചു എന്ന് കേരളത്തിൽ ആർക്കും അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് ഈ 5 ലക്ഷം ഹെക്ടർ ഭൂമി, 5 ലക്ഷത്തിലധികം വരുന്ന ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു വലിയ വാഗ്ദാനം UDFന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയാനുള്ളത്. പിന്നെ ചില ചോദ്യങ്ങൾ കൂടി UDFനോട് ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഏതൊരു സാധാരണ മനുഷ്യനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറയുന്നത്. ഈ KSEBക്കകത്ത് ഇപ്പോഴും ലാഭമല്ല KSEB. എന്നാൽ KSEBക്കകത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലും കിട്ടാത്ത രീതിയിലുള്ള ശമ്പളമുണ്ട്. അത് റിസ്ക് അലവൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. റിസ്ക് അലവൻസിന് അർഹതപ്പെട്ടത് ആർക്കാണ്? അത് ലൈൻമാൻ മാത്രമാണ്. പക്ഷെ അവിടുത്തെ ഡ്രൈവർ തുടങ്ങി എഞ്ചിനീയർമാർ തുടങ്ങി എല്ലാവർക്കും ഈ റിസ്ക് അലവൻസ് കൊടുക്കുന്നുണ്ട്. റിസ്ക് അലവൻസ് കൊടുക്കുമ്പോഴത്തേക്ക് വലിയ തുക KSEBക്ക് ശമ്പള ഇനത്തിൽ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് KSEB രക്ഷപ്പെടാത്തത്. KSEB ലാഭത്തിലേക്ക് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അങ്ങനെ KSEB ലാഭത്തിലേക്ക് വരാത്തതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ, ഉപഭോക്താക്കളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടുണ്ടോ? പണ്ടൊക്കെ ഭക്ഷണം, വായു, വസ്ത്രം, വീട് ഇതൊക്കെയായിരുന്നു ഒരു മനുഷ്യൻ്റെ അവകാശമെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി അവൻ്റെ ഒരു അവകാശമാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി അവൻ്റെ അവകാശമാകുമ്പോഴത്തേക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാവപ്പെട്ട കുറച്ച് ആളുകൾക്കെങ്കിലും വൈദ്യുതി സൗജന്യമായിട്ട് നൽകണമെന്ന് പറയുന്നില്ല, പക്ഷേ കുറഞ്ഞ നിരക്കിൽ കൊടുത്തുകൂടെ? അതല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ UDF സർക്കാർ വന്നാൽ, അധികാരത്തിൽ വന്നാൽ ഈ തരത്തിൽ KSEBയിലെ വർദ്ധിപ്പിച്ചിട്ടുള്ള ചാർജ് വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമോ? അതല്ല എങ്കിൽ KSEBയിൽ അനാവശ്യമായിട്ട് ഇപ്പം ലൈൻമാൻമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റിസ്ക് അലവൻസ് കൊടുക്കേണ്ടത് തന്നെയാണ്. ബാക്കിയുള്ള ഉദ്യോഗസ്ഥരുടെ സാലറിയിൽ കുറവ് വരുത്തുമോ? ഇതാണ് അറിയേണ്ടത്. ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ അവന്റെ കുടുംബ ബഡ്ജറ്റ് തകർക്കുന്ന ഒന്നാണെന്നേ. അപ്പൊ അതിനനുസരിച്ചിട്ട് സർക്കാർ ഏതെങ്കിലും തരത്തിൽ
ഉള്ള ഒരു കാര്യത്തിന് ധൈര്യം കാണിക്കുമോ? അതായത് ഈ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനും, അതായത് അനാവശ്യമായിട്ട് അധിക ശമ്പളം നൽകുന്ന ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനും, അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റിയുടെ ചാർജിലുള്ള ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന നിരക്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്താനായിട്ട് ഈ സർക്കാരിന് സാധിക്കുമോ? അതുകൂടാതെ തന്നെ സിയാലിൽ ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സോളാർ പാടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെയുള്ള സോളാർ പാടങ്ങൾ അല്ലെങ്കിൽ സോളാർ പ്ലാന്റേഷൻസ്, ഇപ്പോൾ റബ്ബർ പ്ലാന്റേഷൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ സോളാർ പ്ലാന്റേഷൻസിന് വേണമെങ്കിൽ സർക്കാരിന് ആരംഭിക്കാവുന്നേ ഉള്ളൂ. ധൈര്യമുണ്ടോ UDF സർക്കാരിന്? ഞങ്ങൾ കേരളത്തിലുടനീളം സോളാർ പ്ലാന്റേഷൻസ് ആരംഭിക്കും. സോളാർ പ്ലാന്റേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഇൻകം സോഴ്സ് കൂടിയാണ്. അതിനുള്ള ധൈര്യം സർക്കാർ കാണിക്കുമോ? ഇതൊക്കെ പറയണ്ടേ? കാരണം സോളാർ പാടങ്ങൾ വരുന്നതോടുകൂടി അല്ലെങ്കിൽ സോളാർ പ്ലാന്റേഷൻസ് വരുന്നതോടുകൂടി കേരളത്തിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും വേണമെങ്കിൽ സൗജന്യമായിട്ട് സർക്കാരുകൾക്ക്, അത് ഈ സർക്കാരിന് വേണമെങ്കിലും ചെയ്യാം, സൗജന്യ വൈദ്യുതി വേണമെങ്കിലും നൽകാൻ വേണ്ടി സാധിക്കും. അത് കൂടാതെ തന്നെ ഈ നല്ലൊരു വരുമാനം കൂടി നൽകാൻ വേണ്ടി സാധിക്കും. എല്ലാ കുടുംബങ്ങൾക്കും നൽകാൻ വേണ്ടി സാധിക്കുന്ന ഒരു വലിയ സംവിധാനമാണ്. പക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് അതിനുള്ള ധൈര്യം കോൺഗ്രസ് കാണിക്കുമോ അല്ലെങ്കിൽ UDF കാണിക്കുമോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇപ്പോൾ വാഹന രജിസ്ട്രേഷൻ എത്രയാണ് തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത്? ലൈസൻസ് ഫീസ് എത്രയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? സർക്കാർ പറയുമ്പോൾ എന്താ പറയുക, ഞങ്ങൾ 100 രൂപയല്ലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 500 രൂപയല്ലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറയും. പക്ഷേ ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നമാണെന്നേ. അതോടൊപ്പം തന്നെ പെനാൽറ്റി ഇനത്തിലൊക്കെ ഒരു സാധാരണക്കാരന് പെനാൽറ്റി വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബ ബഡ്ജറ്റ് മൊത്തത്തിൽ തകർത്ത് കളയുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനെ കുടുംബ ബഡ്ജറ്റ് മൊത്തം തകർന്നു തന്നെയാണ് ഇരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും 2-3 പ്രാവശ്യം അവന് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. ഇപ്പോൾ ആയുഷ്മാൻ ഇൻഷുറൻസ് ഉണ്ട്, ആ ഇൻഷുറൻസ് ഉണ്ട്, ഈ മെഡിക്ലെയിം ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ അഡ്മിറ്റ് ആയാൽ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ജനറൽ ആശുപത്രിയിലൊക്കെ മരുന്നുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ അവിടുത്തെ തിരക്ക് ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്തുള്ള രോഗികൾ ഇന്ന് നമ്മുടെ ജനറൽ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചേരുന്നുണ്ട്. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് പോലും തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. കാരണം അവിടെ മരുന്നുണ്ട്, പണ്ട് നേരത്തെ പോലെയല്ല, മരുന്നുകളുണ്ട്, എല്ലാ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, എല്ലാ സേവനങ്ങളും കറക്റ്റാണ്. പക്ഷെ ജനങ്ങൾ അനിയന്ത്രിതമായിട്ട് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും കൂടുതൽ ആശുപത്രികൾ ആരംഭിക്കുകയും ചെയ്യുമോ എന്നുള്ള കാര്യം ഇനി UDF വ്യക്തമാക്കേണ്ടത്, അവരുടെ പ്രകടന പത്രികയിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. പ്രകടന പത്രിക പ്രാവർത്തികമാക്കാനുള്ള ഒരു ധൈര്യം കൂടി അവർ കാണിക്കണം കേട്ടോ. വെറുതെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൂടാതെ ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലാൻഡ് രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും തരത്തിലുള്ള കുറവ് വരുത്തുമോ? ഇലക്ട്രിസിറ്റിയുടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ലാൻഡ് രജിസ്ട്രേഷൻ, അതോടൊപ്പം തന്നെ ഈ വാഹന രജിസ്ട്രേഷൻ, റോഡ് ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളൊരു വീട് റെന്റിന് കൊടുക്കാതെ ഇരിക്കുക. വീട് റെന്റിന് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ 200 രൂപയുടെ മുദ്രപേപ്പറിൽ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അത് 500 രൂപയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 500 രൂപയിലേക്ക് മാറ്റുമ്പോൾ വെറും 300 രൂപയുടെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് 300 രൂപയാണെന്നേ, അതൊരു പ്രശ്നം തന്നെയാണത്. കാരണം 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ദിവസക്കൂലി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ നിന്ന് 300 രൂപ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തുകയാണത്. അല്ലെങ്കിൽ റോഡിൽ കൂടി പോകുന്ന സമയത്ത് ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ പെനാൽറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിട്ട് അവൻ്റെ അന്നത്തെ അധ്വാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇതിനൊക്കെ പെനാൽറ്റികളിൽ കുറവ് വരുത്തുമോ? ഈ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ ലാൻഡ് ടാക്സ് ഉൾപ്പെടെയുള്ള പല ടാക്സുകളുണ്ട്, അതായത് സാധാരണക്കാരനെ ബാധിക്കുന്ന പല ടാക്സുകളുണ്ട്. ഈ ടാക്സുകളൊക്കെ കുറയ്ക്കുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഒരുപക്ഷെ അവരുടെ പ്രകടന പത്രികയിൽ അവർക്ക് ഇതൊക്കെ പറയുമായിരിക്കും, പറഞ്ഞോട്ടെ. അത് കൂടാതെ അടുത്ത് നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാർഷിക വിളകളുണ്ട്. ഈ കാർഷിക വിളകളിൽ പലതും കർഷകന് വിപണിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ വിപണിയിൽ എത്തുന്ന സമയത്ത് അവന് കൃത്യമായ വില നൽകാൻ വേണ്ടിയിട്ടോ ലഭിക്കുന്നില്ല അവന്. കാരണം എല്ലാ കർഷകരുടെയും വീടുകൾ ജപ്തിയുടെ വക്കിലാണ് നിൽക്കുന്നത്. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും. കർഷകരെ സംബന്ധിച്ചിട്ട് കർഷകർക്ക് ലാഭം ഉണ്ടായാൽ മാത്രമേ കർഷക തൊഴിലാളികൾക്ക് അതിനനുസരിച്ചുള്ള മെച്ചം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ കർഷകർ തന്നെ നഷ്ടത്തിലാണ്. എല്ലാ കർഷകരുടെക്കും വൻ തുക ബാങ്കിൽ അടയ്ക്കാൻ ബാക്കിയുണ്ട്. അവരുടെ പലരുടെയും കൃഷിയിടങ്ങൾ ജപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഗോൾഡൊക്കെ പണയം വെച്ചിട്ടെടുത്തുള്ള കാർഷിക ലോണുകൾ ഇന്ന് ആ സ്വർണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് തന്നെ പല പ്രസംഗങ്ങളിലും പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട്, ജപ്തി നോട്ടീസ് ചെല്ലാത്ത ഒരു വീട് പോലും കേരളത്തിലില്ല എന്ന്. അപ്പം നമുക്ക് ചോദിക്കാനുള്ളത്, ഈ കർഷകരുടെ ലോണുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകാനായിട്ട് ഇനി വരുന്ന UDF വന്നാൽ ചെയ്യുമോ? അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾ മുഴുവൻ ഇപ്പോൾ വിദേശത്തേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കാനും കേരളത്തിൽ തന്നെ തൊഴിൽ കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള എന്ത് സാഹചര്യമാണ് UDF സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
സർക്കാർ തലത്തിൽ മാത്രമല്ല ഈ സാധാരണ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പുതിയ സ്റ്റാർട്ടപ്പുകൾ, പല സ്റ്റാർട്ടപ്പുകളുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നുണ്ട്. 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റാർട്ടപ്പുകൾ പൂട്ടിടേണ്ട അവസ്ഥയുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായൊരു മാർക്കറ്റിംഗ് ഗൈഡ് ലൈനോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടോ ഇല്ല എന്ന പരാതികളുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാം സുതാര്യമാണ് എന്ന് സർക്കാരിന്റെ അവകാശവാദങ്ങളുണ്ട്. അപ്പോഴും നിലവിലുള്ള സർക്കാർ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് പല സ്റ്റാർട്ടപ്പുകളും 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് പൂട്ടിപ്പോകുന്നതെന്ന്. അതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും അറിയാൻ പാടില്ലാത്ത സ്റ്റാർട്ടപ്പുകളിലേക്ക് കടക്കുന്നതാണോ പ്രശ്നം എന്നുള്ളതിനെ കുറിച്ച് കണ്ടെത്തണം. അതോടൊപ്പം തന്നെ പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ വെച്ചാൽ തൊഴിലിവിടെയുണ്ട്, പക്ഷേ അതിന് പ്രാപ്തമാക്കി ഇവിടുത്തെ നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. കാരണം എന്ന് വെച്ചാൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാട്ടിൽ യാതൊരു പേപ്പറിൻ്റെ പോലും വിലയില്ലാത്ത ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. അതിനു വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ഫീസ് കൊടുത്തിട്ടാണ് ഇവരൊക്കെ പഠിക്കുന്നത്. പക്ഷെ പഠിച്ചിറങ്ങുന്ന ഈ വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ ഏതെങ്കിലും തരത്തിൽ ജോലി ലഭിക്കുന്നില്ല. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1000 വേക്കൻസി ഉള്ള ഒരു പ്രൊഫഷനിലേക്ക് പഠിച്ചിറങ്ങുന്ന ലക്ഷങ്ങളാണ്. 1000 പേർക്ക് തൊഴിൽ കിട്ടും, ബാക്കി 99,000 തൊഴിലില്ലാതെ പണം നഷ്ടപ്പെട്ട് തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് UDF തയ്യാറാകുമോ? ഇനിയും ചോദ്യങ്ങൾ ഏറെ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ, കാരണം ജനങ്ങൾ ഒരു സർക്കാർ മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം കട്ടതിന് ഈ സർക്കാരിനെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യും, അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ UDF ചെയ്യുമെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഉറപ്പു തരണമെന്നേ. അതല്ല എങ്കിൽ അവരൊന്നുകൂടി പറയണം, ഞങ്ങൾ ഈ വാഗ്ദാനങ്ങൾ തന്നിട്ടാണ് അധികാരത്തിൽ കയറുന്നത്, ഞങ്ങൾ ഈ വാഗ്ദാനങ്ങൾ 1 വർഷത്തിനുള്ളിൽ പാലിക്കാത്ത പക്ഷം ഞങ്ങൾ രാജിവെച്ചിട്ട് ഇറങ്ങാം എന്നുകൂടി പറയാൻ തയ്യാറാവണം. കേരളത്തിലെ 5 ലക്ഷം ഏക്കറോളം സ്ഥലം, സർക്കാരിന് അവകാശപ്പെട്ട സ്ഥലം തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരാർജവം, ധൈര്യം UDF കാണിച്ചാൽ UDFനെ നമുക്ക് അംഗീകരിക്കാം. മറിച്ചാണെങ്കിൽ ഈ ഗവൺമെന്റ് തന്നെ തുടരുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.